നമസ്കാരം. ഹെൽത്ത് റിസർച്ച് സ്കോളറിലേക്ക് വീണ്ടും സ്വാഗതം. ഇത്തവണ നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോഹോർട്ട് പഠനങ്ങളെക്കുറിച്ചാണ്. കോഹോർട്ട് എന്ന് പറയുമ്പോൾ ഒരു സംഘം ആളുകൾ ആണ് ആ വാക്കിൻ്റെ അർത്ഥം. പണ്ടത്തെ റോമൻ പട്ടാളത്തിൻ്റെ ഒരു യൂണിറ്റാണ് ഒരു കോഹോർട്ട്. അതുകൊണ്ടാണ് ഒരേ തരത്തിലുള്ള ചില സവിശേഷതകൾ പങ്കുവയ്ക്കുന്ന ആളുകളെ ഒരു കോഹോർട്ട് എന്ന് വിളിക്കുന്നത്. അത് പലതരത്തിലാവാം. ചിലപ്പോൾ ഒരേ സ്ഥലത്ത് ജനിച്ചവർ, അല്ലെങ്കിൽ ഒരേ വർഷം ജനിച്ചവർ, ഒരേ ക്ലാസ്സിൽ പഠിച്ചവർ, അങ്ങനെയുള്ള പലരും ഒരു കോഹോർട്ടായിട്ട് കണക്കാക്കും. അപ്പോൾ ഈ കോഹോർട്ടിനെ പിന്തുടർന്നുകൊണ്ട് അവരുടെ ആരോഗ്യാവസ്ഥ ഡാറ്റ ശേഖരിച്ച് പഠിക്കുന്നതിനെയാണ് കോഹോർട്ട് പഠനങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ പല കോഹോർട്ടുകളും ഒരുപാട് വർഷം നമ്മൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ചില കോഹോർട്ടുകൾ ചില പ്രത്യേക സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഹിരോഷിമ ബോംബ് ഇട്ടതിന് ശേഷം ആ നഗരത്തിൽ അതിൽ നിന്ന് സർവൈവ് ചെയ്ത ആളുകളുടെ ഒരു കോഹോർട്ടുണ്ട്. അതിപ്പോഴും പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സുനാമി ഉണ്ടായതിന് ശേഷം സുനാമിക്ക് വിധേയരായവരുടെ കോഹോർട്ടിനെ ഇപ്പോഴും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം കോഹോർട്ടുകളായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇതാണ് കോഹോർട്ടിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ നമ്മൾ കോഹോർട്ടിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് കോഹോർട്ട് പഠനങ്ങളിൽ കൂടി നമുക്ക് ശരിയായിട്ടുള്ള റിസ്ക് അസസ്മെൻറ്റ് നടത്താൻ പറ്റും. ഒരു പ്രത്യേക രോഗം വരാനുള്ള, ഇപ്പോൾ ഹിരോഷിമ ഈ റേഡിയേഷൻ വിധേയരായ ബോംബിൻ്റെ ഫലമായിട്ട് റേഡിയേഷന് വിധേയരായവർക്ക് സാധാരണക്കാരെ അപേക്ഷിച്ച് ക്യാൻസർ റിസ്ക് കൂടുതലുണ്ടോ എന്നറിയാൻ അവരെ പിന്തുടർന്ന് പഠിച്ചാൽ മതിയാകും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. നമുക്ക് ഫോളോ അപ്പ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഔട്ട്കം, ഇപ്പോൾ റേഡിയേഷൻ്റെ ക്യാൻസർ ആയിരിക്കാം, വേറെ എന്തെങ്കിലും ഫലങ്ങളായിരിക്കാം, പലതും ഒരേ സമയത്ത് കോഹോർട്ടിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. അതാണ് കോഹോർട്ട് പഠനങ്ങളുടെ പ്രത്യേകത. പിന്നെ രണ്ട് തരത്തിലുള്ള കോഹോർട്ടുകൾ സാധാരണ നമ്മൾ പറയാറുണ്ട്. ഒന്ന് പ്രോസ്പെക്റ്റീവ് കോഹോർട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു സമയബിന്ദുവിൽ ഒരു കോഹോർട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് ആ കോഹോർട്ടിൻ്റെ മുന്നോട്ടുള്ള സമയത്തിലുള്ള യാത്രയിൽ ഈ ഗവേഷകനും കൂടെ നിന്ന് അതിന് പഠിക്കുന്നു. അതാണ് പ്രോസ്പെക്റ്റീവ് കോഹോർട്ട്. നേരെ മറിച്ചും ചെയ്യാൻ സാധിക്കും. റിട്രോസ്പെക്റ്റീവ് കോഹോർട്ട്, പണ്ടെങ്ങാനും ഉണ്ടായ ഒരു സംഭവത്തിലേക്ക് പോയിട്ട് അതിൽ നിന്ന് ഇപ്പോൾ എത്ര പേര് അതിന് വിധേയരായവരെ ഇപ്പോൾ കണ്ടെത്തി അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ പഠിക്കുന്നതും ഒരു കോഹോർട്ട് പഠനമായിട്ട് കണക്കാക്കാം. റിട്രോസ്പെക്റ്റീവ് കോഹോർട്ട് എന്ന് അതിന് പറയാറുണ്ട്. ഉദാഹരണത്തിന് ഒരു 10-20 കൊല്ലം മുമ്പ് ഒരു പ്രത്യേക തൊഴിലിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് ഇന്നെന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള അസുഖങ്ങൾക്ക് വിധേയരാണോ എന്നുള്ളതൊക്കെ പഠിക്കുന്നതാണ് റിട്രോസ്പെക്റ്റീവ് കോഹോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മുന്നോട്ടുള്ളത് പ്രോസ്പെക്റ്റീവും ഈ സമയ ബിന്ദുവിൽ നിന്ന് പിറകിലേക്ക് പോയി നമ്മൾ പഠിക്കുന്നതിന് റിട്രോസ്പെക്റ്റീവ് എന്നും പറയാറുണ്ട്. കോഹോർട്ടുകൾ വളരെ ചിലവേറിയ ഒരു പഠന രീതിയാണ്. കാരണം ഒരുപാട് പേരെ ഒരുപാട് കാലം ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ചിലവ് കുറഞ്ഞ കാര്യമല്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രയാസപ്പെട്ട കാര്യവുമാണ്. പക്ഷേ അതേസമയത്ത് ലോകത്ത് പല പ്രസിദ്ധ കോഹോർട്ടുകളുമുണ്ട്. ഏറ്റവും പ്രശസ്തമായത് ഒരു പക്ഷേ ഫ്രമിംഗ്ഹാം കോഹോർട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. അമേരിക്കയിൽ മസാച്യുസെറ്റ്സിലുള്ള ഒരു ചെറിയ പ്രദേശമാണ്. അവരുടെയുള്ള ജനങ്ങളെ ഏകദേശം 1940 ശേഷം 48-50 ഒറ്റയാണ് ആ പോയിൻ്റ് മുതൽ ഇന്ന് വരെയുള്ള അവരെയും അവരുടെ അടുത്ത തലമുറയും എല്ലാം ഫോളോ അപ്പ് ചെയ്ത് പഠനങ്ങൾ നടക്കുന്നുണ്ട്. അത് ഹൃദ്രോഗം, ഡയബറ്റീസ്, അങ്ങനെ പല ദീർഘസ്ഥായി രോഗങ്ങളുടെയും പ്രാചുര്യത്തെക്കുറിച്ചും ഇൻസിഡൻസിനെക്കുറിച്ചുമുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള കോഹോർട്ട് പഠനങ്ങൾ സഹായിക്കും. ഇതാണ് ഏകദേശം കോഹോർട്ട് പഠനത്തിൻ്റെ പ്രത്യേകതകൾ. ഇനി അടുത്ത തവണ അടുത്ത സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും ഒത്തുചേരാം.